ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കറിയാണ്. കറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് കറിയാണ്, തീയലാണോ എന്താണെന്നുള്ളത്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെയുള്ള ഉരുളക്കിഴങ്ങ് കറി. ചപ്പാത്തിക്കും ചോറിനും കൂടെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഉരുളക്കിഴങ്ങ് സവാളയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കാനൊന്നുമില്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 5 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് പല വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് 5 എടുത്തത്. അപ്പോൾ ഇതൊരു 400 ഗ്രാം ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. അതിലേക്ക് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി. ബാക്കിയുള്ള പൊടികൾ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുന്നതിന് പകരം വളരെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർക്കണം. ചതച്ച് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ ഉപ്പ് ചേർത്ത് ഒരു 4 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് 4-5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് മുറിച്ച് ചേർക്കുന്നതിനേക്കാൾ കുക്ക് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് സവോളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോള അതാ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു, തക്കാളിയും മുറിച്ചു, പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. നമ്മളിത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചെയ്യുന്നത്, വെളിച്ചെണ്ണയിലല്ല. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള, അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും, ഇത് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഓയിൽ വേണം ഇതിൽ, എങ്കിലേ കറി എല്ലാ മസാലയൊക്കെ കറക്റ്റായിട്ട് കുക്കായി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഓയിൽ കൂടുതൽ ചേർത്തതിൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഓയിൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റ് അളവിൽ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സവോള ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് അങ്ങോട്ട് ബ്രൗൺ ഷെയ്ഡായി പോകണ്ട. നമ്മൾ ഓരോ മസാലകളൊക്കെ ചേർത്ത് ഇളക്കി വരുമ്പോൾ സവോളയുടെ കളറ് കറക്റ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ ഈ ഒരു ഗ്രേവിക്ക് കൊഴുപ്പുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നത്. ഈ മല്ലിപ്പൊടി ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മല്ലിപ്പൊടി വേഗം കരിഞ്ഞു പോവും. ചെറിയ തീയിൽ കിടന്ന് കുക്കായി വരണം. മല്ലിപ്പൊടി ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതും ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കുക്കായി വരുന്നത് വരെ എല്ലാ പൊടികളും ചേർത്തിട്ട് ഓരോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കുക്കായി കിട്ടും.
എല്ലാ പൊടികളും ചേർക്കുമ്പോൾ ഫ്ലെയിം ലോയിൽ തന്നെ വയ്ക്കുക, ഹൈ ഫ്ലെയിമിലല്ല. ഈ സമയത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം തന്നെ ചേർക്കണം. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർക്കാം. നമ്മളിപ്പോൾ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല, കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. മുളക് പൊടിയും കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. ഓരോ പൊടികളും കുക്കായി കഴിയുമ്പോൾ നമുക്ക് ആ സ്മെല്ല് കൊണ്ട് അറിയാൻ പറ്റും കേട്ടോ പൊടികൾ കുക്കായോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ 1 മിനിറ്റ് ടൈം നോക്കി തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ എണ്ണയൊന്നും ഓവറായിട്ടില്ല, ആവശ്യത്തിനേ ഉള്ളൂ. പൊടികൾ കറക്റ്റായിട്ട് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പൊടികളും ചേർത്തിട്ട് 1 മിനിറ്റ് ഇളക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് കുക്കായി വരാനായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ കറക്കി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് തക്കാളി വേഗം കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിനി ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെയാണ് അടച്ചു വയ്ക്കുന്നത്. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി കുക്കായി കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കുക കുക്കാവാത്ത തക്കാളികളുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉടയാത്ത തക്കാളികളുണ്ടെങ്കിൽ മാത്രം ഒന്നിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഉരുളക്കിഴങ്ങിനും ഗ്രേവിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കുക കേട്ടോ. വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അത്യാവശ്യം കുറച്ചധികം ഗ്രേവി വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്, വേവിച്ചുടച്ചു വെച്ച ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ നമ്മുടെ കറി പെർഫെക്റ്റ് ആയി. ആ ഒരു ഗ്രേവിയൊക്കെ ആവശ്യത്തിനായിട്ടുള്ള കൺസിസ്റ്റൻസി ആവുള്ളൂ. നമ്മുടെ ചപ്പാത്തിയുടെയും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ കൺസിസ്റ്റൻസി ആവുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം. എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഒരു 2 പിഞ്ച് മതി പഞ്ചസാര. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. പതുക്കെ ചേർത്ത് കൊടുക്കുക. കയ്യിലേക്ക് ഗ്രേവി തെറിച്ചിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ കുറേ ഗ്രേവി ഉള്ള പോലെ ഉണ്ട്, പക്ഷേ ഇത് കുറുകി വരും. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വേഗം തന്നെ കുറുകാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കറി. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുള്ള കറികളാകുമ്പോൾ വേഗം കുറുകും. അപ്പോൾ ഇതൊന്ന്
നന്നായിട്ട് തിളച്ച് കുറുകുന്നത് വരെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഉപ്പൊന്നും ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഇത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനിയും കുറുകി വരും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ആയി കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ മസാല എല്ലാം നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 10 മിനിറ്റ് മസാലയിൽ കിടന്ന് തിളച്ച് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ആ മസാല എല്ലാം അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കറി കുറുകി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താലേ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ കറക്റ്റ് പാകത്തിലുള്ള കറി ആയിരിക്കുള്ളൂ. ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിലിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തിക്കായിട്ട് കറക്റ്റ് ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കറി കുറുകി വരുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള കറിയായി പോകും. അപ്പോൾ നമ്മൾ കൂട്ടുകറിയൊക്കെ എടുക്കുന്ന പോലെ കട്ടിയായി പോകും. അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഓഫ് ചെയ്യുന്നത്. ഇനി കറി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കറിയുടെ പാകം നമുക്ക് കാണാം. അത്രയും സമയം ഇങ്ങനെ ഇരിക്കട്ടെ. നിങ്ങളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂറോ 2 മണിക്കൂറോ മുന്നേ കറി റെഡിയാക്കിയിട്ട് അടച്ചു വയ്ക്കുക. ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. അപ്പോഴുള്ള കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇതാ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, നേരത്തേക്കാൾ നന്നായിട്ട് കുറുകിയ കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകി വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ കറി ഉണ്ടാക്കി ചോറിനോ ചപ്പാത്തിക്കോ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിച്ചോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തേങ്ങ വറുത്തരച്ച കറി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ തേങ്ങയൊന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. 2 സവാള കൂടുതൽ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.